ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് തെക്കേ മലമ്പുഴയും കാവ്യം പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ ആരുമില്ല, ഞാനും അൻസിലും അസിമോളും എൻ്റെ ഫ്രണ്ടും ഞങ്ങൾ 4 പേരും കൂട്ടാണ് പോകുന്നത്. പിന്നെ എന്താ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇത് പാലക്കാട് പോണ വഴിയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തെക്കേ മലമ്പുഴ പോയി ഗായ്സ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല മക്കളെ. സൈലൻ്റ് ഏരിയ, മനസ്സിന് സമാധാനം. എന്താ പറയുക, ഇത് കാണുമ്പോണ്ടല്ലോ വേറെ ലെവലും വേറെ വൈബാണ്. അത് പറഞ്ഞറിയില്ല, അനുഭവത്തിൽ ഓരോ കാര്യങ്ങൾ വരുന്നവർക്കാണ് അതിനെക്കുറിച്ചിട്ട് അറിയുള്ളൂ. എന്തായാലും അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലമാണ് ഗൈസ്. നിങ്ങളാരും ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ തെക്കേ മലമ്പുഴ പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അത് മഴ സമയത്ത് പോകണം കേട്ടോ. അപ്പോഴേക്കും ഏറ്റവും അടിപൊളി. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് വലിയ രസമില്ല, അതിൻ്റേതായ രസമുണ്ട്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മഴ സമയത്ത് പരമാവധി എല്ലാവരും പോകാൻ നോക്കുക. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിലേക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാകുമ്പോൾ പറ്റില്ല, ഇങ്ങനെ അരികിൽ നിന്ന് കാണാൻ അത്രയൊക്കെ വ്യത്യാസമുള്ളൂ. ഇതാ പോണ വഴിക്കുള്ള നമ്മളൊരു കുരിശുപള്ളിയാണ്. അവിടെ നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അങ്ങനെ പോണ വഴിക്ക് ഏറ്റവും തെക്കേ മലയുടെ അറ്റത്തുള്ളൊരു റിസോർട്ടാണ് ഗൈസ്. കാണേണ്ട കാഴ്ചൻ്റെ റബ്ബേ, എന്ത് വലിയ റിസോർട്ടാണ്. ഒരുപാട് സിനിമാക്കാരൊക്കെ വന്നിട്ട് നമ്മൾ കുറേ വ്ളോഗും വീഡിയോസൊക്കെ കണ്ടിട്ട് അവരൊക്കെ വന്ന് താമസിച്ച റിസോർട്ടാണ്. എന്താ അതിൻ്റെ ഉള്ളിൽ കാണാൻ, പക്ഷെ നമ്മളും കയറിയില്ല, ജസ്റ്റ് പുറത്ത് നിന്ന് നോക്കി. ഒരു ദിവസം ഇൻഷാല്ലാ പോകണം, പക്ഷെ നല്ല ക്യാഷ് അങ്ങോട്ട് പോകണമെങ്കിൽ. പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഗൈസ് നോക്ക്, എന്താ ഒരു ഭംഗി. ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ അതൊരു വേറെ വൈബാണ്. എന്തായാലും അനുഭവിച്ചറിഞ്ഞവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയാൻ കണ്ട് എന്താ ഒരു രസം എന്നറിയോ. പിന്നെ വേനൽക്കാലം ആയ കാരണം കൊണ്ട് ഒരുപാട് പോത്തുകളൊക്കെ മേഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ തെക്കേ മലമ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് ഒരുപാട് ഓർമ്മകൾ ഉണ്ട്. അപ്പം നമ്മൾ ഇടക്കിടക്ക് പോകണമില്ല, അത് കാരണം കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രമൊന്നുമില്ല. പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയും നമ്മളിങ്ങനെ എന്തിനാണ് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതെന്ന്. വേനലായ കാരണം കൊണ്ട് അവിടെയൊക്കെ ഈ കാടൊക്കെ ഇങ്ങനെ ഉണങ്ങി നല്ല വൃത്തി കിടക്കുന്നുണ്ട്. മറ്റേതാകുമ്പോൾ ഇങ്ങനെ ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ളും പുല്ലൊക്കെ വന്നിട്ട് നമുക്ക് വ്യക്തമായി ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കാണാമായിരുന്നു. പാറക്കെട്ടുകളും മലനിരകളും എന്താ പറയുക, അങ്ങനെ പ്രകൃതിയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ അറിയുന്നവർക്ക് ഇഷ്ടം പോലെ വർണ്ണിക്കാൻ പറ്റിയതാണ് നമ്മൾ തെക്കേ മലമ്പുഴ ഗൈസ്. എല്ലാവരും പറഞ്ഞപ്പോഴും ഗൈസ് പറയണം ഗൈസ്, അത് അറിയാതെ വരികയാണ് ഗൈസ്. ഞാൻ എന്ത് ചെയ്യും, ഇതൊന്ന് നോക്കി നോക്ക്. ഞങ്ങളങ്ങനെ തെക്കേ മലമ്പുഴക്കാണ്, ഞങ്ങളങ്ങനെ നേരെ കവയ്ക്ക് വിട്ടു. കവയ്ക്ക് പോണ വഴികളാണ് ഒക്കെ സൈലൻ്റാണ് കേട്ടോ. കപ്പിൾ സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പോണവർക്കൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ഫ്രണ്ട്സായിട്ട് പോവുകയാണെങ്കിലും അതെ, ഫാമിലി ആയിട്ട് ഇപ്പം എങ്ങനെ വേണമെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എല്ലാം കൊണ്ട് തെക്കേ മലമ്പുഴയും കവയും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ പോവാത്തവരാരേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി എല്ലാം കാണണം, കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അടിപൊളിയല്ലേ ഗായ്സ്, നോക്ക്. സൈലൻ്റായ ഏരിയ പൊള്ളി കാടിൻ്റെ മനോഹാരിത നോക്ക്. എന്താ അതെ, നോക്ക് മക്കളെ നോക്ക്, എന്താ ഒരു ഭംഗിയാണ്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. എൻ്റെ കൂട്ടർ സാധനം ഉണ്ടായിരുന്നില്ല, അതിനെ കാണാനില്ലല്ലോ. എന്താ ഭംഗി നോക്ക്, അടിപൊളി കണ്ടോ. എന്നാണ് നമ്മുടെ റീലിലൊക്കെ നല്ല ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കവ. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? വാ, അടിപൊളി സ്ഥലം ഗൈസ്, അടിപൊളി സ്ഥലം. എന്താ ഒരു ഭംഗി. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് വരൂ ഗൈസ്. കവ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കിൽ വരൂ. നോക്കി, എന്താ ഒരു മനോഹാരിത. പടച്ചോനെ, നമ്മൾ ഏതോ ഒരു സ്വപ്ന ലോകത്ത് വിചാരിക്കുള്ളൂ. അത്രയും രസം, തള്ളി മറിക്കല്ല കേട്ടോ ഗൈസ്. നരകലോകം നോക്ക്, എന്താ രസം കണ്ടോ. നമുക്ക് പാവം മിണ്ടാതെ ഒരു ഭാഗത്ത് നല്ല കുട്ടിയായിരിക്കും. ഈ റൈഹോൻ തൊള്ള തീരെ ചൊവ്വില്ല ഗൈസ്. ആട് അതിനൊക്കെ മറിച്ചിടും. ഇപ്പോൾ എന്താ ഒരു ഭംഗിയിലെ, ഒരു രക്ഷയിലായിട്ട് സത്യം പറഞ്ഞാൽ വേറെ ലെവല്. കാട്ടിൽ നല്ല മഴ പെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. നോക്ക്, ഇവിടെ എന്താ ഫുഡ് ഉണ്ടാവുക, ഫുഡ് അറിയില്ല. റൈഹോന്റെ ഫ്രണ്ട് അടുത്തേക്ക് പടച്ചോനെ, എന്താ ഞാൻ ഇതിനൊക്കെ പറയാ, എനിക്കൊന്നും പറയാനില്ല. അൽഹംദുലില്ലാ, ഇവിടെ ഞാൻ വന്നിട്ട് അതെ ഗൈസ്. അങ്ങനെ കവേന്ന് ഞങ്ങൾ അങ്ങനെ ആനക്കല്ല് പോയി. പക്ഷെ ആനക്കല്ല് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുക,
ആനക്കല്ല് പറഞ്ഞപ്പോൾ നല്ല ഭംഗിയെന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ്. പക്ഷെ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. തിരിച്ചിങ്ങോട്ട് വരേണ്ടതല്ലേ, എങ്ങാനും വല്ല വന്യമൃഗങ്ങൾ വന്ന നമ്മളെ കാര്യം കട്ടപ്പോയേന്. പക്ഷെ ഇന്നലെ പോണ വഴി ഉണ്ടല്ലോ ഗായ്സ്, ഒരു രക്ഷയില്ല. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയും ആ കാടിൻ്റെയും പ്രകൃതിൻ്റെ ഒക്കെ ഭംഗി എന്താണെന്ന്. പ്രകൃതി ഇഷ്ടപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടുള്ളൂ. അല്ലാത്തവർക്ക് എന്തുണ്ടെങ്കിൽ ഇതെന്താ വെറും കാടല്ലേ പറയും. പക്ഷെ എന്നാലും ഗൈസ്, തെക്കേ മലമ്പുഴ കവ ആനക്കല്ല് ഒരു രക്ഷയില്ല അച്ഛനെ, ഒരു രക്ഷയില്ല. എന്താ പറയുക, പുകഴ്ത്തി പറയല്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ അങ്ങോട്ട് തിരിച്ചു. ഈ ടേണിങ് ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു നമ്മൾ വയനാടൊക്കെ പോണ ഒരു ഫീല് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയാനെന്നെ അറിയില്ല, എങ്ങനെ വർണ്ണിക്കണം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഈ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ, ബൈ.